Opening hours with MyFin. സാർ ഏതായാലും മാർക്കറ്റിലോട്ട് വരുമ്പോൾ നിഫ്റ്റി 50യെ സംബന്ധിച്ച് ഇന്നൊരു 0.5% മുകളിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നടക്കുന്നത്. ലാസ്റ്റ് വീക്കിൽ നമ്മൾ നോക്കുമ്പോൾ ലാസ്റ്റ് ഡേ ഒരു ഫ്ലാറ്റ് ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. ഇന്നിപ്പോൾ നോക്കുമ്പോൾ 25,533 എന്നൊരു നിലയിലാണ് നിഫ്റ്റി 50യിൽ ഈ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഈ ഒരു ഗ്ലോബൽ ടെൻഷനൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിഫ്റ്റി 50 സംബന്ധിച്ച് എന്താണുള്ളത്? കുറച്ചുകൂടെ ഒരു കറക്റ്റീവ് ആക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മളത് മെൻഷൻ ചെയ്തിരുന്നു. ഒരു 25,350 വരാനായിട്ട് സാധ്യതയുണ്ട്. ഒരു ചെറിയ പുൾ ബാക്കിന്റെ ആവശ്യമാണ്. കാരണം കഴിഞ്ഞ മുമ്പൊക്കെ മാർക്കറ്റ് നല്ലതുപോലെ സപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതിനുശേഷം നമ്മൾ താഴ്ത്തു വരുന്നു. അതൊരു കറക്റ്റീവ് ആക്ഷൻസിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. തന്നെ നമ്മൾ ഒരുപാട് ഇന്ത്യയിലെ തന്നെ നമുക്ക് റിസൾട്ടുകളുടെ ഒരു മിക്സഡ് ട്രെൻഡാണ്. അതൊരു ട്രെൻഡ് നെഗറ്റീവ് അങ്ങനെയൊന്നും നമുക്ക് ഇതുവരെ പറയാനായിട്ടില്ല. ബട്ട് എങ്കിൽ പോലും നമുക്കിപ്പോ പറയാം ഒരു കറക്റ്റീവ് ആക്ഷൻസിലൂടെ ഒരു ഷോർട്ട് ടൈം ഒരു ടെമ്പററി ആയിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസിലൂടെ നമ്മൾ പോകുന്നു. അതിന്റെ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 25,350 വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. എഗെയിൻ നമുക്കൊരു അപ്സൈഡ് നമുക്ക് ഇപ്പോഴും പറയാനുള്ളത് 26,000 തന്നെയാണ്. ഒരു പുൾ ബാക്ക് ഒക്കെ വരികയാണെങ്കിൽ നല്ലൊരു മൂവ്മെന്റ്സ് വരാൻ സാധ്യതയുണ്ട്. ഇൻട്രാഡേയിലും എനിക്ക് തോന്നുന്നു ഇന്നൊരു മാർക്കറ്റിൽ ഒരു ചെറിയൊരു നെഗറ്റീവ് തന്നെ ആയിരിക്കും. ഒരു 200 പോയിന്റ്സ് ഒക്കെ നമുക്ക് നിഫ്റ്റി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഡൗൺ സൈഡിലേക്ക്. ബട്ട് എങ്കിലും ഒരു ഈവനിംഗിൽ ചെറിയ ചെറിയ റിക്കവറീസ് തരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് കഴിയില്ല. ഇതാണ് ഒരു നിഫ്റ്റിയിലെ ഇന്നത്തെ ഒരു വ്യൂ. സാർ ഈ ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ നമ്മൾ 59,686 നിലയിലാണ് ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് കാണുന്നത്. 416 പോയിന്റിൻ്റെ ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. 1% മുകളിലേക്കൊക്കെ ഒരു ഇടിവ് ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുന്നു. റിസൾട്ട് വന്ന ICICI ബാങ്ക് ഉൾപ്പെടെയുള്ള ഓഹരികളിലൊക്കെ ഇടിവ് നമുക്കിന്ന് കാണാനും സാധിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഡൗൺ ട്രെൻഡിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും റിക്കവറി വന്നപ്പോൾ ആദ്യം വളരെ ശക്തമായി തന്നെ റിക്കവറി മുകളിലേക്ക് വന്നത് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയാണ്. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് വന്നിരിക്കുന്ന ഒരു കറക്ഷൻ അത്രത്തോളം ഒരു കാര്യമായ ഒരു കറക്റ്റീവ് ആക്ഷൻസ് എന്ന് എനിക്ക് പറയാനായിട്ട് കഴിയത്തില്ല. ബട്ട് എങ്കിൽ പോലും നമ്മളൊരു 1-2 ദിവസത്തേക്ക് ഒരു നെഗറ്റീവ് ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ അതിനെ നല്ലതായിരിക്കും, അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സിന് മുന്നോടിയായിട്ടെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. ഇപ്പോഴും ബാങ്ക് നിഫ്റ്റി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. നിഫ്റ്റിയിൽ ഉണ്ടാകുന്ന ഒരു വേരിയേഷൻസിന് മാത്രമാണ് ഇപ്പോൾ ഒരു സെല്ലിങ്ങിലെ ഒരു പ്രഷർ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇമീഡിയറ്റ്ലി അത് റിക്കവർ ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ ലെവലിൽ 59,000 നമുക്ക് സപ്പോർട്ട് കാണുന്നത്. 60,000 എബോവ് വരാനുള്ള സാധ്യതയാണ് അടുത്ത റെസിസ്റ്റൻസ് പോയിന്റ് നമുക്ക് സംസാരിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. എന്തെങ്കിലും പുൾ ബാക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈവനിങ്ങിലൊക്കെ അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലൊക്കെ എന്തെങ്കിലും ഒരു പുൾ ബാക്ക് വരികയാണെങ്കിൽ ആദ്യം പ്രതികരിക്കുന്നത് തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റി ആയിരിക്കും. ഗുഡ് മോർണിംഗ് അനീഷ്. ഗുഡ് മോർണിംഗ് സർ. അനീഷ്, നമ്മുടെ ഇപ്പോൾ അറിയാലോ നമ്മളിനി ബഡ്ജറ്റിലേക്ക് വരികയാണ്. ബഡ്ജറ്റിൻ്റെ ടൈമായി ഏതാണ്ട് ഫെബ്രുവരി 1 കൂടി ബഡ്ജറ്റ് ഉണ്ട്. സൺഡേ ആണ്. സൺഡേ മാർക്കറ്റ് ഓപ്പൺ ആണ് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞു. നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഗവൺമെൻറ്റിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ക്യാപെക്സ് നന്നായി തന്നെ വരണം. ലാസ്റ്റ് 2 കൊല്ലം നല്ല രീതിയിൽ തന്നെ ഗവൺമെൻറ് ക്യാപെക്സിന് വേണ്ടി സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. ബട്ട് ഇനിയും അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഡിഫൻസ് PSUs അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന റെയിൽവേ PSUസിൻ്റെ ചാർട്ട് എന്തെങ്കിലും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? കാര്യം ഇപ്പോൾ നമ്മൾ സാധാരണ പറയുന്നുള്ളത് ബഡ്ജറ്റിൽ എന്തെങ്കിലും വരും എന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് അങ്ങനെ ഒരു സെൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ആയിട്ട് മാർക്കറ്റ് അതിനെ ഒന്ന് ഡിസ്കൗണ്ട് ചെയ്യാറുണ്ട് എന്ന് പറയപ്പെടും. അങ്ങനത്തെ എന്തെങ്കിലും മൂവ് നമ്മുടെ ഡിഫൻസ് ഇൻഡെക്സിലോ അല്ലെ PSUവിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, പ്രൈവറ്റ് അല്ല, ഡിഫൻസ് PSUവിൻ്റെ കാര്യത്തിലും റെയിൽവേ PSUവിൻ്റെ കാര്യത്തിലും എന്തെങ്കിലും കാണുന്നുണ്ടോ അനീഷ്? നമ്മുടെ PSU സെക്ടറിനെ സംബന്ധിച്ച് ഇത് ഇപ്പോഴും തന്നെ പോസിറ്റീവായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. നമ്മൾ ചെറിയ ഇൻഡെക്സുകളൊക്കെ നോക്കുന്നതാണെങ്കിൽ PSU ഇൻഡെക്സ്, അതേപോലെ PSU ബാങ്ക് ഇൻഡെക്സ്, ഇതെല്ലാം തന്നെ ഒരു പോസിറ്റീവ്. ഡിഫൻസ് സെക്ടറിലെ കുറച്ചൊരു കറക്റ്റീവ് ആക്ഷൻസ്, അത് എനിക്ക് തോന്നുന്നു ഗ്ലോബലി ഒരു ഉണ്ടായിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കാം അത് വരാനുള്ള കാരണം. അപ്പോൾ അത് കറക്റ്റീവ് ആക്ഷൻസ് ഡിഫൻസ്. പക്ഷെ റെയിൽവേയുടെ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ് എനിക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇത് ഇവിടെ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബട്ട് കഴിഞ്ഞ കുറച്ച് 1-2 ക്വാർട്ടർ ആയിട്ടുള്ള സ്പെൻഡിങ് വളരെ കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇനിയും സ്പെൻഡ് ചെയ്യാനായിട്ട് ആരാണ്, പബ്ലിക് ആണോ ഗവൺമെന്റ് ആണോ അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രൈവറ്റ് സെക്ടറിനെ
സ്പെൻഡ് ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുമോ എന്നതൊക്കെയാണ് നമ്മൾ വളരെ ക്രൂഷ്യലായിട്ട് നോക്കിക്കാണുന്ന ഒരു ബജറ്റ് തന്നെയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഈ ഒരു സെക്ടറെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഓപ്റ്റിമിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ മൂവ് ചെയ്യുക. കാരണം നമുക്ക് ഓർഡേഴ്സ് ഒക്കെ തന്നെ വളരെ കൂടുതലായിട്ട് ഈ നമ്മളുടെ പറഞ്ഞ ഡിഫൻസ് സെക്ടറിലും അതേപോലെ തന്നെ റെയിൽവേ സെഗ്മെന്റിലൊക്കെ ഓർഡർ ഡ്രിവൺ ആണ്, ആ ഓർഡർ ഉണ്ട് എന്നുള്ളതാണ്. അവിടെയെല്ലാം തന്നെ നമ്മൾ ബീറ്റൺ ഡൗൺ ആയിട്ടുള്ള വാല്യുവേഷൻ ഉള്ള ഒരു സ്റ്റോക്സുകളിലേക്ക് അല്ലെങ്കിൽ ബൈ ചെയ്യാനായിട്ട് ചാർട്ടിലൊക്കെ ചില സ്റ്റോക്സുകളൊക്കെ തന്നെ പോസിറ്റീവാണ്. ഞാൻ ഇപ്പോൾ അതിന്റെ പേര് മെൻഷൻ ചെയ്തില്ല, അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്കത് മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഡിഫൻസ് സ്റ്റോക്സുകൾ നല്ലൊരു കറക്റ്റീവ് ആക്ഷൻസിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു സ്റ്റേബിൾ ആവുന്ന ഒരു മൂവ്മെന്റ്സ് ആണ് നമ്മൾ ഇപ്പൊ കാണുന്നത്. അപ്പൊ അതിലേക്കും നമ്മൾ റീ എൻട്രി ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ. ബട്ട് ചാർട്ടുകളെല്ലാം സ്റ്റേബിൾ ആയിട്ടുള്ള, എനിക്ക് വളരെ പോസിറ്റീവ് എന്ന് പറയാനായിട്ടില്ലെങ്കിൽ പോലും ചാർട്ടുകളൊക്കെ സ്റ്റേബിൾ ആയിട്ടാണ്. ഡിഫൻസ് സെക്ടറിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു പുൾ ബാക്ക് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അനീഷ്, സ്വാൻ കോർപ്പ് SWANCORP എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അതായത് ലോവർ ലെവലിൽ ഒരു മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു 13,000 കോടിയോളം മാർക്കറ്റ് ക്യാപ്പേ ഉള്ളൂ. അതിൻ്റെ ഒന്ന് ചാർട്ട് എടുത്ത് വയ്ക്കുക. കാര്യം അതിൻ്റെ ഒരു കേസ് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, നമുക്കറിയാലോ ഈ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി ഒന്ന് ഇൻസെൻറ്റിവൈസ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഒരുപാട് റിഫോംസ് കൊണ്ടുവന്നു. മേ ബി അതിൻ്റെ എന്തെങ്കിലും ഫോളോ അപ്പ് റിഫോംസ് ചിലപ്പോൾ ബഡ്ജറ്റിൽ വന്നേക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ ഡിഫൻസ് ക്യാപെക്സും ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഷിപ്പ് ബിൽഡിംഗ് കമ്പനിക്ക് 2 എഫക്റ്റ് ആയിരിക്കും വരുന്നത്. ഒന്ന്, ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രീസിലുള്ള റിഫോം, രണ്ടാമത് ഡിഫൻസിലേക്കുള്ള ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ്. ഇത് രണ്ടും കൂടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഷിപ്പ് ബിൽഡിംഗ് സ്റ്റോക്സ്, എസ്പെഷ്യലി PSU സ്റ്റോക്സ് എങ്ങനെ പെരുമാറും എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. അതിൽ ബേസിക്കലി നമുക്കറിയാലോ GRSE, കൊച്ചിൻ ഷിപ്പ്യാർഡ്, നമ്മുടെയൊക്കെ പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടം കൊച്ചിൻ ഷിപ്പ്യാർഡ്. കാര്യം അതൊരു കേരളത്തിലുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും. ബട്ട് അവിടെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സ്മോൾ ക്യാപ്പ് കമ്പനി ഉണ്ട്, സ്വാൻ കോർപ്പ് എന്ന് പറഞ്ഞു. അടുത്ത കാലം വരെ അതിന് വലിയ പെർഫോമൻസ് ഒന്നും വന്നില്ല, ഏതാണ്ട് അതിൻ്റെ രീതിയിൽ ഏർണിങ്സും വന്നില്ല എന്നുള്ളതാണ്. ബട്ട് അതിൽ എന്തെങ്കിലും കാര്യം ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിക്ക് ഇങ്ങനെ ഒരു ടെയിൽ വിൻഡ്, അതായത് ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയുടെ ടെയിൽ വിൻഡ് വരികയാണെങ്കിൽ ഓൾറെഡി നല്ല പീക്ക് വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുന്ന PSUസിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള അൺലൗഡ് ആയിട്ടുള്ള, അണ്ടർ ഓൺഡ് ആയിട്ടുള്ള ഈ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സെഗ്മെൻറ്റിലെ സ്വാൻ കോർപ്പ് പോലെയുള്ള കമ്പനികളിൽ എന്തെങ്കിലും ചാർട്ടിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ അനീഷ്? സ്വാൻ കോർപ്പ് ഈ സ്വാൻ കോർപ്പ് എനിക്ക് വളരെ, ഞാൻ ആ ചാർട്ട് ഇടയ്ക്കിടയ്ക്ക് വാച്ച് ചെയ്യുന്ന, ഫ്രീക്വന്റ് ആയിട്ട് വാച്ച് ചെയ്യുന്നതല്ല എങ്കിൽ പോലും ഇതിലൊരു അട്രാക്റ്റീവ്നെസ് കാണുന്നത് വളരെയധികം സ്റ്റേബിളാണ്. കഴിഞ്ഞ 1-1.5 വർഷമായിട്ട് അത് വളരെ സ്റ്റേബിളാണ്. നമ്മൾ പഠിക്കുന്ന ആളുകൾ, ടെക്നിക്കലൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് ചാർട്ട് വാച്ച് ചെയ്യാനായിട്ട് എടുക്കാവുന്ന ഒരു ചാർട്ടാണ്. വളരെ വളരെ നല്ലൊരു ഗുഡ് പിക്കായിരുന്നു എനിക്ക് മുമ്പിലേക്ക് വെച്ചത്. അതിന്റെ ഫണ്ടമെന്റൽസ് ഒക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതെല്ലാം നോക്കുകയാണെങ്കിൽ ഈ ചാർട്ടിനെ സംബന്ധിച്ച് ടെക്നിക്കൽ പഠിക്കുന്ന ഒരാൾ ഈ ചാർട്ട് എടുത്ത് നോക്കേണ്ടത്. കാരണം നമ്മൾ ഫെബ്രുവരി 2025 തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വളരെ ഒരു കൺസോൾട്ടേഷൻ ആണ്. അറൌണ്ട് 390ക്കും 480ക്കും 100 റുപ്പീസിന്റെ അടുത്ത ഒരു കൺസോൾട്ടേഷൻ ആണ് ഈ മൂവ്മെന്റ്സ് കാണുന്നത്. അപ്പൊ ഈ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് വരാനിരിക്കുന്ന വലിയൊരു മൂവ്മെന്റ്സിന്റെ മുന്നോടിയാണ്. സോറി. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് പോസിറ്റീവായിട്ട് തന്നെ വരും എന്നാണ് തോന്നുന്നത്. ഇതിന് രണ്ടാമത്തെ അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ വോളിയത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു അപ്സൈഡ് ആണ്. അപ്പൊ ഈ വോളിയം പിക്ക് വരുന്നതോടുകൂടി നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് പ്രതീക്ഷിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ കൺസോൾട്ടേഷൻ ആണ് ഇപ്പൊ നടക്കുന്നത്. ഒരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സ്റ്റോക്സ്. അനീഷ്, മാർക്കറ്റ് ഗ്രേപ്പ് വൈൻ പറയുന്നത് ഏതാണ്ട് ഒരു സെല്ലറുണ്ട്, ആ സെല്ലറിൻ്റെ ഷെയർസ് കംപ്ലീറ്റ് ഒരു ഹിഡൻ ആയിട്ടുള്ള കുറച്ച് ബയേഴ്സും പ്രൊമോട്ടർ റിലേറ്റഡ് ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരും അത് അബ്സോർബ് ചെയ്യാണ് എന്നുള്ളതാണ് ഒരു മാർക്കറ്റ് ഗ്രേപ്പ് വൈൻ. നമുക്കറിയില്ല, ഇത് നമ്മൾ പറയില്ലേ ഹേർഡ് ഓൺ ദ സ്ട്രീറ്റ് എന്നുള്ള രീതിയിലേ നമുക്കിതിനെ പറയാൻ പറ്റുള്ളൂ. അൺകൺഫേംഡ് റിപ്പോർട്ട്സ് ആണ് എന്നുള്ള. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് അനീഷ്, എനിക്ക് അറിയേണ്ടത് മെറ്റൽസിൻ്റെ ചാർട്ടാണ്. കാര്യം ഈ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വരുമ്പോൾ മെറ്റൽ കമോഡിറ്റി സൈക്കിള് എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ള രീതിയിൽ ഒന്ന് നോക്കി പറയാമോ അനീഷ്? മെറ്റൽ സ്റ്റോക്സ് പോസിറ്റീവായിട്ടാണ് ഇപ്പം പെർഫോം ചെയ്യുന്നത്. അതുപോലെ ഏറ്റവും നല്ല ഉദാഹരണം നമ്മളെ ടാറ്റ സ്റ്റീലുണ്ട്, ഹിന്ദുസിംഗ് ഉണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ നേരത്തെയും വളരെ ഒരു 150 മുതലൊക്കെ തന്നെ ടാറ്റ സ്റ്റീൽ പോസിറ്റീവ് ആകുമെന്ന് നമ്മൾ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മെറ്റൽ സ്റ്റോക്സ് ഇപ്പോ ഈ ടാറ്റ സ്റ്റീല്, അതേപോലെ തന്നെ ഹിന്ദുസ്ഥാൻ സിങ്ക്, ഇങ്ങനെയൊക്കെയുള്ള കമ്പനികൾ വളരെയധികം പോസിറ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്നു. അതേപോലെ തന്നെ കണ്ടിന്യൂഷൻ ഫോർമേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ടിന്യൂഷൻ എന്ന് പറയുമ്പോൾ
തീർച്ചയായിട്ടും അത് പോസിറ്റീവ് വ്യൂയിലേക്ക് മാറി മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എനിക്ക് ഈ ചാർട്ടിനെ സംബന്ധിച്ച് കൂടുതൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം പോസിറ്റീവ് ട്രെൻഡിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നു. ഇടയ്ക്ക് ഒരു കറക്റ്റീവ് ആക്ഷൻസ്, ചെറിയ ചെറിയ ആക്ഷൻസ് വരുന്നു. ടാറ്റ സ്റ്റീലൊക്കെ നമ്മൾ കണ്ടതാണ്. 180 വരുന്നു, ദെൻ 160 വരുന്നു, അഗൈൻ 180 190ലേക്ക് വരുന്നു. അപ്പൊ ഇതൊരു കറക്റ്റീവ് ആക്ഷൻസ് വന്ന് മുകളിലോട്ട് പോകുന്നു. അപ്പൊ ഒരു കണ്ടിന്യൂഷൻ ട്രെൻഡാണ്. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. Opening hours with MyFin.